കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇതിൽ പറയാണ് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പ ആയുസുള്ളവനും കഷ്ടസമ്പൂർണനും എന്ന്. നമ്മിൽ പലരും നാം വിചാരിക്കാറുണ്ട്, അറിവ് വെച്ച കാലം മുതലേ ഞാൻ കഷ്ടതയിലും കണ്ണുനീരിലുമാകുന്നു എന്ന്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ജീവിതത്തിൽ ഒന്ന് മുന്നോട്ട് വരുവാനോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് ഒന്ന് ചെയ്യുവാനോ സാധിച്ചില്ല എന്ന്. പക്ഷേ ദൈവവചനം എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അവൻ അല്പ ആയുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു എന്ന്. പക്ഷേ എപ്പോഴും നിങ്ങൾ ചോദിക്കാം, അയ്യോ സഹോദരി, അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് നല്ലവണ്ണം ജീവിക്കുന്നില്ലയോ, അല്ലെങ്കിൽ അവർ നല്ല സമ്പന്നത ഉള്ളവരായിരിക്കുന്നില്ലയോ എന്ന്. പക്ഷെ നാം അതിൽ നിന്ന് മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ ദൈവത്തിന് ഉറച്ചു നിൽക്കുന്നവർക്ക് കഷ്ടത ഉണ്ടെന്ന് യേശുവെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവിൻ എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ ലോക കഷ്ടപ്പാടുകൾ കുറച്ച് ദിവസമാണ്, കുറച്ച് നേരമാണ്. പക്ഷേ ഇഷ്ടം പോലെ ദൈവവചനത്തിന് അനുസരിക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ അവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നാം നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ, വീണ്ടും വീണ്ടും പൈശാചിയൻ അവരെ തെറ്റ് ചെയ്യാൻ പ്രയത്നിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് അവനെ വീഴ്ത്തുകയാണ്. പക്ഷെ നാം എപ്പോഴും ദൈവസന്നിധിയിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ടങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു മറുപടി ഉണ്ട്. നിർബന്ധമായിട്ടും ഈ കഷ്ടത സമയത്തിൽ നിന്ന് മാറി പോകുവാൻ നല്ലൊരു സമയം നമുക്ക് വരും. യോബിൻ്റെ ജീവിതത്തിലും യോബ് എഴുതുകയാണ്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടത ഉള്ളവനും അല്പ ആയുസുള്ളവനുമാകുന്നു. തൻ്റെ 10 മക്കളും മരിച്ച ഇതിന് ശേഷം പറയുന്ന ഒരു മനുഷ്യനാണ്. ജീവിച്ചിരിക്കുമ്പം സകല സമ്പത്തും 10 മക്കളും ഒറ്റ ദിവസം കൊണ്ട് നശിച്ച ഒരു മനുഷ്യൻ. പക്ഷേ അവൻ പറയുകയാണ്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പ ആയുസ്സും സമ്പൂർണ്ണനും ഉള്ള മനുഷ്യനെന്ന്. നമ്മുടെ ഈ അല്പ ആയുസ് എന്ന് പറയുന്നത് കർത്താവ് തന്നിരിക്കുന്നത് എത്ര ദൂരമെന്ന് നമുക്കറിയത്തില്ല. അത് 1 വർഷമാണോ, 5 വർഷമാണോ, 50 വർഷമാണോ, അല്ലെങ്കിൽ 100 വർഷമാണോ, ഇതിൻ്റെ ഇടയ്ക്കിട്ട പ്രായമാണോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നാം സകലത്തിനെയും ദൈവത്തിൽ പ്രബന്ധിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവേണ്ട കൃപ ദൈവം തരും. നമ്മെക്കുറിച്ച് ദൈവം ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകണ്ട. പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഒരു സ്ത്രീ മുഖാന്തരം ഈ ഭൂമിയിൽ കർത്താവെ ജനിച്ച ഓരോ മനുഷ്യനും കഷ്ടത ഉള്ളവനാകുന്നു എന്ന് ബൈബിളിൽ വചനം പറയുന്നു. കർത്താവെ, നാം ഇന്ന് നോക്കുമ്പോൾ കർത്താവ് വലിയ സമ്പന്നരായി ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നവരുടെ ഇടയിലും അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ പോകുമ്പോൾ അവർ കഷ്ടത്തിലും സങ്കടത്തിലുമാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ കർത്താവെ, ഓരോരുത്തരുടെ പ്രയാസം പല വിധമാണ്. ആയാലും എല്ലാവരെയും ഒന്നുപോലെ അറിയുന്ന, ഒന്നുപോലെ കാണുന്ന അപ്പൻ്റെ കരങ്ങളിൽ ഓരോരുത്തരെയും തരുന്ന കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണെന്ന് എനിക്കറിയത്തില്ല, ഇവരുടെ ആയുസ് എത്രയാണെന്നും എനിക്കറിയത്തില്ല കർത്താവെ. പക്ഷേ ഇവരുടെ ആയുസ്സിൽ കർത്താവ് ഇവർ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തുവാൻ കഴിവുള്ള യഹോവയാണ് എന്നറിഞ്ഞ് കർത്താവെ, ഇവരെ അങ്ങയുടെ കരങ്ങൾ തരുന്നു. ഇവിടെ കുടുംബത്തെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ഇവരുടെ പ്രയാസങ്ങളും കർത്താവ്, ഇവരുടെ പ്രതിസന്ധികളും ഇവരുടെ ആവശ്യങ്ങളും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, അവർ കർത്താവെ കൃപയും സമാധാനം ഉള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഇവർക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരുവാൻ ഒരു വഴി ദൈവം തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.